അർദ്ധവാർഷിക പരീക്ഷ 6ാം ക്ലാസ് ഫിഖ്ഹ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവൻ കാണുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാർക്ക് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് യോജിപ്പിക്കാം എന്നതാണ്. 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ അപ്പുറത്ത് ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് നേരെ നമ്മൾ ഉത്തരം ശരിയാക്കി എഴുതണം. അതിലൊന്നാമത്തത് അൽ വിത്റു ഹക്കുൻ, വിത്ർ നമസ്കാരം ബാധ്യതയാണ്. ഇഷാ നമസ്കാരത്തിന് ശേഷം നിസ്കരിക്കുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണല്ലോ വിത്ർ, അത് ബാധ്യതയാണ്, ഹക്കാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളും ചെയ്യേണ്ട കാര്യമാണ് ഈ വിത്ർ നമസ്കാരം, വിത്ർ സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. രണ്ടാമത്തത് ളുഹാ നിസ്കാരം, രാവിലെ ഒരു 7 മണി അല്ലെങ്കിൽ 7:30 മുതൽ ഏകദേശം ഒരു 11:45 ആ ഒരു രാവിലെ സമയം വരെ നീണ്ടു നിൽക്കുന്ന ളുഹാ നിസ്കാരം ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ്. മൂന്നാമത്തത് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന കുല്ലി അദാനൈനി, 2 ബാങ്കുകൾക്കിടയിലുണ്ട് സ്വലാത്തുൻ, ഒരു നമസ്കാരം ഉണ്ട്. നാലാമത്തത് വിത്ർ നിസ്കാരം പൂർണ്ണമായത് എത്രയാണ്? 11 റക്അത്ത്. 1 വിത്ർ ഒറ്റയാണ്, അപ്പോൾ ഒറ്റയിൽ തന്നെ അവസാനിക്കണം. 11 അതിൻ്റെ പൂർണ്ണമായത്. അഞ്ചാമത്തത് തഹിയ്യത്ത് നിസ്കാരം എത്രയാണ്? 2 റക്അത്താണ് തഹിയ്യത്ത് നമസ്കാരം. പള്ളിയിൽ കയറിയ ഉടനെ നിസ്കരിക്കുന്ന, പള്ളിക്ക് ആശംസ അറിയിച്ചുള്ള നിസ്കാരമാണ് തഹിയ്യത്ത്, അത് 2 റക്അത്താണ്. ഇനി ആറാമത്തത് സജദയുടെ ആയത്തുകൾ എത്ര എണ്ണമാണ്? 14 എണ്ണമാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അതിനെ നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ ഇതേ രൂപത്തിലല്ലെങ്കിൽ ചോദ്യരൂപത്തിലോ പൂരിപ്പിക്കാനോ മറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കേട്ട് കഴിയുന്നതിലൂടെ തന്നെ അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത് സമയം വ്യക്തമാക്കാം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അതിലൊന്ന് സമയം വ്യക്തമാക്കാം എന്നുള്ളതിൽ ഒന്നാമത്തത് സ്വലാത്തുൽ ളുഹ. ളുഹയുടെ സമയം എപ്പോഴാണ്? സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ ഉച്ചവരെയാണ്. സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ ഉച്ചവരെയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു 7 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെയുള്ള ഒരു സമയമാണ്. ഇനി രണ്ടാമത്തത് സ്വലാത്തു തഹജ്ജുദ്, അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. തഹജ്ജുദ് നമസ്കാരം നമ്മുടെ ഉപ്പമാരൊക്കെ വീട്ടിൽ നിസ്കരിക്കുന്ന നമസ്കാരമാണ്. അപ്പം രാത്രി ആയിരിക്കും അത്. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഉണരുമ്പോഴുള്ള നിസ്കാരമാണ് തഹജ്ജുദ്. ഇനി മൂന്നാമത്തത് സ്വലാത്തു തറാവീഹ്, ഏതാണ്? ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജ്റിൻ്റെയും ഇടയിലാണ് അതിൻ്റെ സമയം. ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജ്റിൻ്റെയും ഇടയിൽ. നാലാമത്തത് സ്വലാത്തുൽ വിത്ർ, ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജ്റു സ്വാദിഖിൻ്റെയും ഇടയിലാണ്. ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജ്റു സ്വാദിഖിൻ്റെയും ഇടയിൽ വരുന്നതാണ് സ്വലാത്തുൽ വിത്ർ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ നമസ്കാരം. ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളത്. അപ്പോൾ പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യം ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം. അതറിയണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് ബന്ധമുണ്ടാവണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കുള്ള കണക്കിൽ നിന്ന് അവസാനത്തെ 3 പാഠങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു 3 തവണ ചുരുങ്ങിയത് ഓരോരുത്തരും വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൊന്ന് മുനാഫിഖ് ളുഹ നിസ്കരിക്കുകയോ സൂറത്തുൽ കാഫിറൂൻ ഓതുകയോ ചെയ്യുകയില്ല. രണ്ടാമത്തത് മാക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 12 റക്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലും അല്ലാത്ത മാസങ്ങളിലും 12 റക്അത്തിനേക്കാൾ കൂടുതലാക്കിയിട്ടില്ല എന്നതാണ്. മൂന്നാമത്തത് സഹ്വ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ്. 4 തഹജ്ജുദിൻ്റെ റക്അത്തുകൾക്ക് നിശ്ചിത കണക്കില്ല. ഇനി നാലാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ്.
300 തസ്ബീഹോട് കൂടി എത്ര 300 ട്ടാ 300 തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാകുന്നു അത്. 300 തസ്ബീഹോടുകൂടെ നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാകുന്നു അത്. എല്ലാ റക്അത്തിലും കൂടെ കൂടിയിട്ടാണ് കേട്ടോ 300 തസ്ബീഹ് വരുന്നത്. ഓക്കെ. രണ്ടാമത്തത് തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്ത്? വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നതാണ്. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നതാണ് അതിൻ്റെ തറാവീഹ് എന്നതിൻ്റെ ഭാഷാർത്ഥം. മൂന്നാമത്തത് രോഗം കൊണ്ടോ മറ്റോ കിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്തു ചെയ്യണം? മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും വേണം. മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും വേണം. നാലാമത്തത് സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ആഭരണങ്ങൾ ഏതാണ്? അമിതമല്ലാത്ത നിലക്കുള്ള സ്വർണവും വെള്ളിയുമാണ്. 4 പള്ളിയിൽ പ്രവേശിച്ചവന് തഹിയ്യത്ത് നിസ്കരിക്കാതെ നിൽക്കണം, ഇരിക്കരുത്. എപ്പോൾ? ഇപ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കാതെ അവിടെ നിൽക്കണം, ഇരിക്കാൻ പാടില്ല. ജുമാ തുടങ്ങാനായിട്ടുണ്ട് വെള്ളിയാഴ്ച, അല്ലെങ്കിൽ മറ്റുള്ള ളുഹറിൻ്റെ ജമാഅത്തോ അസറിൻ്റെ ജമാഅത്തോ ഒക്കെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ജുമാ ജമാഅത്തോ തുടങ്ങാൻ സമയം ഇനി ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഫലാ യജ്ലിസു, ഇരിക്കരുത്, ഹത്താ യുസല്ലിയ റക്അത്തൈനി, 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുന്നത് വരെ. ഇനി അടുത്തത് ആറാമത്തത് 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ ഏതൊക്കെയാണ്? ഹുഫ ശുദ്ധിയുള്ളതായിരിക്കണം, അപ്പോൾ അത് വൃത്തിയുള്ള ശുദ്ധിയുള്ളതായിരിക്കണം. ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കണം. അപ്പം സാധാ ഷൂ പോലെയല്ല, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കണം. ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കൽ, പ്രത്യേകം നോട്ട് ചെയ്യുക. ഹുഫ ശുദ്ധിയുള്ളതായിരിക്കുക, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക, ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കൽ. ഇനി അടുത്ത രണ്ടാമത്തത് സഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങൾ. അബ്ആദു സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെ മനഃപൂർവ്വമായോ മറന്നു ഒഴിവാക്കുക. അബ്ആദു സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെ മനഃപൂർവ്വമായോ മറന്നു ഒഴിവാക്കുക. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്ന് ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യം മറന്നു ചെയ്യുക. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും, എന്നാൽ അങ്ങനത്തെ കാര്യത്തെ മറന്നു ചെയ്യുക, അപ്പോഴും സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. ഇനി ചെയ്ത കാര്യത്തിൽ സംശയം ഉണ്ടാവുക, 2 റക്അത്താണോ അല്ലെങ്കിൽ 3 റക്അത്താണോ ആയത് എന്നൊക്കെ സംശയം ഉണ്ടാവുക. ഇനി ഏഴാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഖാല തആല യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നോട്ട് ചെയ്ത് വെച്ചോളൂ, അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നഷ്ടപ്പെടണ്ടല്ലോ. മൂന്നാമത്തത് അസ്വലാത്തുൽ ഖംസു, 5 വക്ത് നമസ്കാരം. വൽ ജുമുഅ, ജുമയും, ഇത് ഇലൽ ജുമുഅ, അടുത്ത ജുമുഅ വരെയുള്ള ഇതിൻ്റെ ഇടയിലുള്ള സമയത്തെ. റമദാന് ഇലാ റമദാൻ, അടുത്ത റമദാനിൻ്റെ ഇടയിലുള്ള സമയത്തിലുള്ള പാപങ്ങളെ. മുക്കഫിറാത്തുൻ, അത് മായ്ച്ചു കളയും. ലിമാ ബൈനഹുന്ന, അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളെ മായ്ച്ചു കളയും. ഇദജ്തനിബൽ കബായിറു, വൻപാപങ്ങളെ ഒഴിവാക്കിയാൽ, വൻപാപങ്ങളല്ല ചെറിയ പാപങ്ങളെ. 5 വക്ത് നിസ്കാരം, ഒരു നിസ്കാരം ളുഹർ അസർ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളെ ളുഹർ നമസ്കാരം പൊറുക്കപ്പെടും. അങ്ങനെയാണ് ഇതിൻ്റെ ആശയം വരുന്നത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. 2ലും ആവർത്തിച്ചു വന്നതിനെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുകൊണ്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. ഫിഖിൽ വന്ന ഹദീസുകൾ അതുപോലെ തന്നെ ആയത്തുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഉറപ്പായും 50 മാർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ലൈക്ക് ചെയ്യാൻ മറന്നവർ ചെയ്യണമെന്നും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ അറിയിക്കണമെന്നുകൂടെ ഉണർത്തുകയാണ്. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.